ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഗോബി മഞ്ചൂരിയൻ റെസിപ്പിയാണ്. ഇത് നമ്മുടെ ഷെഫ് ഷാൻജിയോ അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതാണ്. ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ചുരുങ്ങിയ ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വിഭവം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം കോളിഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ അല്ലികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ പീസസ് ഉണ്ടല്ലോ, അത് സെപ്പറേറ്റ് ചെയ്യുക. അത് അത്യാവശ്യം വലുപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി കഴുകിയെടുക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ചൂടുവെള്ളത്തിൽ ഇത് അല്പനേരം മുക്കി വയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഈ കോളിഫ്ലവറിൽ ഒരുപാട് രാസവളങ്ങൾ ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒഴിവാക്കുന്നതിന് ചെറിയ കീടങ്ങളോ അല്ലെങ്കിൽ വല്ല പ്രാണികളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായി ഊറ്റിയെടുത്തതിന് ശേഷം ഒന്നും കൂടെ കഴുകിയെടുത്ത് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്. ഈ സമയം കൊണ്ട് കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. ഇത് ഡ്രൈ ആയിട്ടുള്ള ബാറ്ററാണ്. ബാറ്ററിന് അത്രയും ഒരു ലൂസ് കൺസിസ്റ്റൻസി അല്ല വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മൈദ, അതേ അളവിൽ കോൺഫ്ലോർ, ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്യാം. അതിലേക്ക് അല്പമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വല്ലാതെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. നോർമലി ഞങ്ങൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ബാറ്ററാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഷാൻജിയോയുടെ ഒരു വീഡിയോയിൽ കണ്ടത് ഇതുപോലെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു ബാറ്റർ മതി എന്നുള്ളതാണ്. ഇതിലേക്ക് കുരുമുളകും കൂടി ചേർത്തിളക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം ഫ്രൈ ബേസ് ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്യാം. ഞങ്ങളിപ്പോൾ എടുത്തിട്ടുള്ളത് ഒലിവ് ഓയിലാണ്. ഓയിൽ കുറച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒരു ബ്രൗൺ നിറമാവുന്നത് വരേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ആവശ്യമായ പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഗ്രേവി ഉണ്ടാക്കുന്നതിനായിട്ട് എന്തെല്ലാം വേണമെന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് നമുക്ക് സോയ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ക്യാപ്സിക്കം, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സ്പ്രിംഗ് ഓണിയൻ, പിന്നെ ഓയിലായിട്ട് ഒലിവ് ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് വേണ്ടത്. സവാളയും ക്യാപ്സിക്കവും ഒരു ക്യൂബ് സൈസിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ, ക്വാണ്ടിറ്റി കുറവാണ്. നോർമലി സ്പ്രിംഗ് ഓണിയൻ കിട്ടുമ്പോൾ അതിൻ്റെ ടോപ്പ് പോർഷൻ അത് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ അതിൻ്റെ ബൾബ് എന്ന് പറയും, ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ ബൾബ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ ഭാഗമാണ്, അതും സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെക്കാം. പച്ചമുളക് കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇത് വളരെ ചെറിയ സൈസിലാണ് കട്ട് ചെയ്യേണ്ടത്. ക്യാപ്സിക്കവും ക്യൂബ് ഷേപ്പിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ടൊമാറ്റോ സോസ് എടുക്കുക. അതിലേക്ക് സോയ സോസ് ആഡ് ചെയ്യാം. പിന്നെ ചില്ലി സോസാണ് വേണ്ടത്. ഇത് ഗ്രീൻ ചില്ലിയോ അല്ലെങ്കിൽ റെഡ് ചില്ലിയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് നന്നായി വെള്ളമൊഴിച്ച് സെറ്റാക്കാം. അടുത്തതായി കോൺഫ്ലോർ എടുത്ത് അതിലേക്ക് വെള്ളം മിക്സ് ചെയ്ത് വെക്കുക. എല്ലാം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കണം. കാരണം ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലായിരിക്കും കുക്ക് ചെയ്യേണ്ടത്. ചൈനീസ് റെസിപ്പീസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കും കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണ തന്നെ യൂസ് ചെയ്യാം. അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ച ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ടിട്ട് സോട്ട് ചെയ്തെടുക്കാം. ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ ബൾബും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ആഡ് ചെയ്യാം. ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള സോസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും ചേർത്തിളക്കാം. ഇനി ഇതിലേക്ക് അല്പാൽപമായിട്ട് കോൺഫ്ലോർ മിക്സ് ചെയ്ത വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുക.
ഇത് എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യരുത്, അല്പാൽപമായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. ഈ കോൺഫ്ലോർ ചേർക്കുമ്പോഴാണ് ഇതിന് ആവശ്യമായ തിക്നെസ് വരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ആഡ് ചെയ്യാം. കോളിഫ്ലവർ ഉടയാതെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.